ഈ കൊല്ലം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. ആര് ഫോൺ വിളിച്ചാലും നടക്കണുണ്ടാ, ഇനിയെങ്കിലും നടക്കട്ടാ, ഇങ്ങനെ ഇരിക്കല്ലേ എന്ന്. എനിക്കാണെങ്കിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മടിയാണ്. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്നുമെല്ലാം നടക്കാനായിട്ട് ഇറങ്ങും. ഇനിയെങ്കിലും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇവിടെ വൈകുന്നേരം ആയാലും വെയിൽ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. കുറച്ച് നേരമൊക്കെ നിൽക്കും. അമ്മ ഉച്ചയ്ക്ക് മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റത്ത് ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ അമ്മയുടെ വക ഉള്ളുന്നൊരു വിളി, ആ മുളക് എടുത്തിട്ട് ആ വെയിലത്തോട്ടൊന്ന് വെക്കി, അങ്ങനെയെങ്കിലും ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്ക്. അവിടെയും കിട്ടി. ഒരു 5-5:30 ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥിരം പണികളിലേക്ക് കിടക്കണം. അതിനിപ്പോൾ എത്രതാണെങ്കിലും എനിക്ക് ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു വാരി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അതെനിക്ക് ശീലമാണ്. 6 മണിയാകുമ്പോഴത്തേക്കൊന്ന് വിളക്ക് വെക്കണം. അതിൽ ഞാൻ ഇതുവരെ മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു ശീലം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ട് ചെറുതിൽ ഞങ്ങൾ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും പാടെ ഒരു കോളനിയിൽ ഫേസ് ടു ഫേസ് വീടായിരിക്കും. വൈകുന്നേരമൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാടെ അങ്ങ് ചൂലെടുത്തങ്ങ് ഇറങ്ങും. ആ റോഡ് മൊത്തത്തിലങ്ങ് അടിച്ചു വരിയിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറുള്ളൂ. ഉള്ളിൽ കയറി പിന്നെ അറഞ്ചോ കുറിഞ്ചോ പണിയായിരിക്കും. വിളക്ക് വെക്കൽ കഴിഞ്ഞിട്ടേ പിന്നെ എല്ലാവരും മുറ്റത്തോട്ട് ഇറങ്ങുള്ളൂ. ആ ഒരു ശീലം ഇതുവരെ എൻ്റെ മാറിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു കാലമായിരുന്നു കേട്ടോ. എല്ലാം ഓരോ ഓർമ്മകൾ. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്നും അങ്ങനെ റീൽസ് ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ റീൽസുകൾ ഇട്ട് തുടങ്ങിയത്. എനിക്കറിയില്ല റീൽസുകൾ ഇഷ്ടപ്പെടുമോ, അത് ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും നോക്കാണ്ടാണ് ഞാൻ റീൽസ് ഇട്ട് തുടങ്ങി. പക്ഷേ ഒരുപാട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല നല്ല കമൻറ്റുകൾ, വീണ്ടും വീഡിയോസ് ഇടാൻ പറയുന്നവരുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഓരോ മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനേ. കാരണം ചെറുതിലെ ഞാൻ ഡാൻസ് പഠിക്കുമായിരുന്നു. ഡാൻസ് പഠിച്ച് ഞാനൊരു 9 വരെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഡാൻസാണ് ആകെയുള്ളൊരു കഴിവായിട്ട് എനിക്കുള്ളത്. അപ്പോൾ ഡാൻസായിരുന്നു ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ +1 +2 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ കലോത്സവം കോമ്പറ്റീഷനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, തിരുവാതിരക്കളിയാണ് മെയിനായിട്ട് ഡാൻസ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഗ്രൂപ്പ് ഡാൻസിനുണ്ടായിരുന്നു. അത് പിന്നെ ജില്ല വരെ എങ്ങാണ്ടേ ഉള്ളൂ, സ്റ്റേറ്റ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ തിരുവാതിരക്കളിയിലോട്ട് പോയി. എനിക്ക് കളിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് സെലക്ഷനും പോയി. സെലക്ഷൻ കിട്ടിയില്ല. പക്ഷെ എന്നേക്കാളും കളിക്കാത്ത കുട്ടികളെ സെലക്ട് ചെയ്തു. കാരണം എന്താ, ഞാൻ ഡാർക്കാണ്. തിരുവാതിരക്കളിയിൽ ഞാൻ മാത്രം എടുത്തു നിൽക്കുന്നതായിരുന്നു റീസൺ. അന്നൊന്നും പിന്നെ നമ്മൾ തർക്കിക്കാനൊന്നും നിൽക്കില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞ് കരയുമായിരുന്നു. പക്ഷെ ഇപ്പം അല്ലെങ്കിൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം അന്നത്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത്ര ചെറുതല്ലേ. അന്നൊക്കെ ഞാൻ പറഞ്ഞ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ടൈമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അന്ന് എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അതൊക്കെ എനിക്ക് 10 ഇരട്ടിയായിട്ടാണ് കമൻസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഓരോ കമൻറ്റ് വായിക്കുമ്പോൾ പണ്ട് എന്നെ പറഞ്ഞവൻ്റെ മുഖമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ ഉള്ളിലൊരു കുളിര് വരും. അതുണ്ടല്ലോ, അതൊരു വേറൊരു ഫീലിംഗ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ പോസിറ്റീവാണെന്ന് കരുതി അങ്ങോട്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുവരട്ടെ കഴിവുകളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ.